ചോദ്യം ചെയ്യലിനൊക്കെ ശേഷം തന്ത്രിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ഒരു വാഹനത്തിലേക്ക് കയറ്റുകയാണ്. ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ട്. ഈ ദേവൻ നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. ദേവൻ, ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ്? ദേവനിലേക്ക് എത്താം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്, ലൈവ് വിഷ്വൽസ് ആണ് പ്രേക്ഷകർ കാണുന്നത്. തന്ത്രിയെ ചോദ്യം ചെയ്യലിനൊക്കെ ശേഷം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഒരു വാഹനത്തിൽ കയറ്റുന്നത് കോടതിയിൽ ഹാജരാക്കാനാണോ കൊണ്ടുപോകുന്നതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പ്രാഥമിക ചോദ്യം ചെയ്യലിനൊടുവിൽ തന്ത്രിയുമായി അന്വേഷണ സംഘം പുറത്തേക്ക് ഇറങ്ങുകയാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും ആ വാഹനത്തിൽ തന്ത്രിക്കൊപ്പം കയറുന്നുണ്ട്. ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നടന്ന ഏറ്റവും നിർണായകമായ അറസ്റ്റ്, ഇതുവരെ ഈ SIT സംഘം ഹൈക്കോടതി രൂപീകരിച്ചതിന് പിന്നാലെ നടന്ന അന്വേഷണ വഴികളിലൊക്കെയും നടന്ന അറസ്റ്റുകളിൽ ഏറ്റവും നിർണായകമായിരുന്നു ഇന്നത്തെ അറസ്റ്റ്. ഈ ദേവൻ, ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ തന്ത്രിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോവുകയാണോ? നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും തന്ത്രി കണ്ഠരര് രാജീവരെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കും. അതിനുശേഷമായിരിക്കും ഇനിയിപ്പോൾ കൊല്ലത്ത് വിജിലൻസ് കോടതിയിലേക്ക് തന്ത്രിയെ കൊണ്ടുപോവുക. അവിടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഒരുപക്ഷെ അവിടെ ഹാജരാക്കുന്ന സമയത്ത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ തന്ത്രിക്ക് എതിരെയുള്ള കണ്ടെത്തലുകൾ, അന്വേഷണ സംഘത്തിലെ കണ്ടെത്തലുകൾ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കും. അപ്പോൾ സമർപ്പിക്കുന്ന രേഖയിൽ നിന്ന് നമുക്ക് കൂടുതൽ എന്തൊക്കെയാണ് SIT ഇപ്പോൾ തന്ത്രിക്കെതിരെ കണ്ടെത്തിയിരിക്കുന്ന സ്വർണ്ണ കവർച്ചയും ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവിടെ സമർപ്പിക്കുന്ന കോടതിയിൽ സമർപ്പിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് തരത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രി കണ്ഠരര് രാജീവർക്കുള്ള ബന്ധം, ഒപ്പം തന്നെ സ്വർണ്ണ കവർച്ചയിൽ എത്തരത്തിലുള്ള ഒരു ഇടപെടലാണ് തന്ത്രി കണ്ഠരര് രാജീവർ നടത്തിയിട്ടുള്ളത്. തന്ത്രിയുടെ കൂടി അറിവോടുകൂടി തന്നെയായിരുന്നു ഈ അറ്റകുറ്റപ്പണികൾ, സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകും. ശരി ദേവൻ, ഞാൻ ദേവനിലേക്ക് മടങ്ങി വരാം. പറയുന്ന കാര്യങ്ങൾ അത്ര കണ്ട് ക്ലിയർ അല്ല. ഞാൻ ദേവനിലേക്ക് മടങ്ങി വരാം. അനു കൂടി തുടരുന്നുണ്ട്. അനു, ഇപ്പോ ഈ തന്ത്രിയുമായി അന്വേഷണ സംഘം ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്. അവിടെ എന്താണ്, അവിടെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് വൈദ്യപരിശോധനയുമായി ബന്ധപ്പെട്ട്? ഏതായിരുന്നാലും ഈ പറയുന്ന തന്ത്രിയുമായി ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും അന്വേഷണ സംഘം പുറപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ പോലീസ് സന്നാഹങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ചും ഇവിടെ ഈ പറയുന്ന ഈ തന്ത്രിയെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായി മാധ്യമങ്ങളുടെയൊക്കെ ഒരു കൂടുതൽ സാന്നിധ്യമൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ ഇപ്പോൾ കൂടുതൽ പോലീസുകാരെ എത്തിച്ചിട്ടുണ്ട്. RPF ഈ പറയുന്ന RRF ഉദ്യോഗസ്ഥരെ അടക്കം എത്തിച്ചുകൊണ്ടാണ് ഇവിടെ ഈ പറയുന്ന ജനറൽ ആശുപത്രിയിലെ മറ്റ് കാര്യങ്ങൾ പോലീസ് സജ്ജീകരിക്കുന്നത്. ഏതായാലും വളരെ നിർണായകമായ അറസ്റ്റിന് ശേഷം ഇപ്പോൾ തന്ത്രി അല്പസമയത്തിനകം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുവരും. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ്. ഇവിടെ അല്പസമയത്തിനകം തന്ത്രി കണ്ഠരര് രാജീവരെ പരിശോധനയ്ക്കായി കൊണ്ടുവരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ്ടും പറയുന്നു സേതു, അതായത് ശബരിമലയിൽ നമ്മൾ ഈ പത്മകുമാറിൻ്റെ അറസ്റ്റാണല്ലോ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഒരു രാഷ്ട്രീയ മാനം വന്ന റിപ്പോർട്ടായി നമ്മൾ, അല്ലെങ്കിൽ അറസ്റ്റായി നമ്മൾ കണ്ടത്. പക്ഷേ ആ രാഷ്ട്രീയ തലം ഉയർത്തുന്നതാണ് ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ മാനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ ശബരിമലയുടെ തന്ത്രി കുടുംബം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ വിശ്വാസ സങ്കല്പവുമായി ഒക്കെ ബന്ധപ്പെട്ട് ഈ ശബരിമലയിലേക്ക് ഒരു തവണയെങ്കിലും പോയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകും അവിടെ എങ്ങനെയാണോ അയ്യപ്പനെ തൊഴുന്നത് അതുപോലെയാണ് ഈ തന്ത്രിയെയും മേൽശാന്തിയെയും തൊഴുകയും അവർക്ക് കാണിക്ക നൽകുകയും അവരെ ദൈവത്തിന് അയ്യപ്പന് സമാനമായി കാണുന്ന വിശ്വാസ സമൂഹമാണ് ഈ ശബരിമലയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെയുള്ള തന്ത്രി കുടുംബത്തിലെ തന്ത്രിയായിരുന്ന തന്ത്രി കണ്ഠരര് രാജീവരെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് അതിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ കേസിൻ്റെ തന്നെ ഒരു എന്താ അതിൻ്റെ വലിയ സങ്കീർണതയിലേക്ക് നീങ്ങുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് ED ഈ കേസുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്ത ദിവസം കൂടിയാണ്. ആ ദിവസമാണ് ഇങ്ങനെ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ പറയുന്ന ജനുവരി 14 മണ്ഡല മകര
മുമ്പായി, അതായത് 3-4 ദിവസങ്ങൾക്ക് ഇപ്പുറം നിൽക്കുമ്പോൾ തന്ത്രിയുടെ തന്നെ അറസ്റ്റ് ഉണ്ടാകുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൻ്റെ വ്യാപ്തി വലിയ രീതിയിൽ കൂടുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായും പറയാൻ വേണ്ടി കഴിയുക. ഏതായിരുന്നാലും അല്പസമയം മുമ്പ് ഈഞ്ചക്കലിലെ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് തന്ത്രി കണ്ഠരര് രാജീവരുമായി പ്രത്യേക അന്വേഷണ സംഘം പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ തന്ത്രിയെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുവരിക. അവിടെ വെച്ച് മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയ ശേഷം കൊല്ലത്തെ വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ഈ പല ഘട്ടങ്ങളിൽ ഈ തന്ത്രിയുടെ പേര്, എന്തുകൊണ്ട് തന്ത്രിയുടെ പേര് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ തന്ത്രിക്കെതിരായിട്ട് ആരോപണങ്ങൾ ഉണ്ടായിട്ട് എന്താണ് രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അങ്ങനെ ഒരു ആരോപണത്തിലേക്ക് പോകാത്തതെന്നടക്കമുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ ആ വിമർശനങ്ങളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് ഇന്ന് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തന്ത്രിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിക്കുകയും അദ്ദേഹത്തെ വിളിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഈ തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിനും അപ്പുറം ഈ തട്ടിപ്പിൽ ഇവർ എങ്ങനെ കണ്ണികളായി എന്നതിന് കൂടെ വ്യക്തത വരുന്നുണ്ടോ? സിധു, ഈ തട്ടിപ്പിൽ ഏതെങ്കിലും തരത്തിൽ എങ്ങനെയാണ് കണ്ണികളായതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ റിപ്പോർട്ടായി നമുക്ക് നിലവിൽ അത്തരം വിവരങ്ങൾ ലഭിക്കുന്നില്ല. അതായത് ഈ പറയുന്ന നമുക്കറിയാം, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ആദ്യം ഇത് ഉണ്ടാകുന്നത് അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു എഴുതിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഇങ്ങനെയാണ്. അതായത് ശബരിമല ശ്രീകോവിലിൻ്റെ ഇരുവശവുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പ് പാളികളുടെ അറ്റകുറ്റപ്പണികൾക്ക് എന്ന് പറയുന്ന മുരാരി ബാബു എഴുതിയ റിപ്പോർട്ടിൽ അവിടെ ചെമ്പുപാളി എന്നാണ് അദ്ദേഹം എഴുതിയത്. ആ ചെമ്പുപാളിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തണം എന്നുള്ള തന്ത്രിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഈ കേസിൻ്റെ തുടക്കം അല്ലെങ്കിൽ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയുടെ തുടക്കമായി അന്വേഷണ സംഘം കണക്കാക്കുന്നത് ഈ തന്ത്രിയുടെ കത്താണ്. മാത്രമല്ല, ഇനി അതിനുശേഷമുണ്ടായ ഈ ശ്രീകോവിൽ പാളികൾ അവിടെ നിന്ന് മാറ്റി മറ്റൊരു പാളി വെക്കുന്നതുമായി ബന്ധപ്പെട്ടും ഈ ശ്രീകോവിലിൻ്റെ അടയ്ക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നും അവിടെ ഈ പറയുന്ന എലികൾ ഉൾപ്പെടെയുള്ളവ ഈ ശ്രീകോവിലിൻ്റെ അകത്തേക്ക് കടക്കുന്നതിനാൽ അവിടെ അറ്റകുറ്റപ്പണികൾ വേണമെന്നുമുള്ളതും അന്നും അത് തന്ത്രിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഈ രണ്ട് കേസുകളാണ്, കട്ടിളപ്പാളി ഉൾപ്പെടെയുള്ള ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളും. ഈ 2 കേസുകളിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു അറ്റകുറ്റപ്പണികളിലേക്ക് ദേവസ്വം ബോർഡ് നീങ്ങിയത് അത് തന്ത്രിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള തന്ത്രിക്ക് ഈ കേസിൻ്റെ ഈ ഗൂഢാലോചനയിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ തന്ത്രിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നെങ്കിലും ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക് പെട്ടെന്ന് കടക്കണമോ എന്നുള്ളൊരു സ്വാഭാവികമായ ചോദ്യം SITയുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴാണ് ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയുടെ മുന്നിലുള്ളത്. മാത്രമല്ല, ഈ ഇടക്കാല റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് ഈ കോടതിയിൽ ഹാജരാക്കുന്ന 5-ാം തീയതി. അപ്പോൾ അതുകൊണ്ട് അന്ന് എങ്ങനെയാകും ഹൈക്കോടതിയുടെ നിലപാട് എന്ന് പരിശോധിച്ച ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കാം എന്നുള്ളതായിരുന്നു SITയുടെ നീക്കം. ഏതായാലും 5-ാം തീയതി ഹൈക്കോടതി ഈ പറയുന്ന ഇടക്കാല റിപ്പോർട്ട് പരിഗണിച്ചപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്ന, വിശ്വാസമർപ്പിക്കുന്ന നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. ഇതോടുകൂടിയാണ് അവർ ഇതിലെ ഏറ്റവും വലിയൊരു അറസ്റ്റ് അല്ലെങ്കിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയാൻ തരത്തിലുള്ള ഒരു അറസ്റ്റിലേക്ക് കടക്കാനുള്ള നീക്കത്തിലേക്ക് അവർ പോകുന്നത്. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഏറ്റവും പ്രധാനമായ ഇതുവരെ ഉണ്ടായ എല്ലാ അറസ്റ്റുകളും ഏതെങ്കിലും ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നെങ്കിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് അയ്യപ്പൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട താഴ്മൺ കുടുംബം, ആ കുടുംബത്തിലെ തന്ത്രിയുടെ അറസ്റ്റിലേക്ക് ഈ പറയുന്ന അറസ്റ്റ് കടക്കുമ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മാനങ്ങൾ കൂടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വ്യക്തം.